₹1500 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ ഫസ്റ്റ് സെയിലിനെത്തിയ ബോൾട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് എന്റെ കയ്യിലിരിക്കുന്ന സ്ട്രൈക്കർ. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുകയാണെങ്കിൽ ₹1500 നമ്മൾ റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച്, പ്രത്യേകിച്ച് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജിയുള്ള സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ട്രൈക്കർ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾട്ട് സ്ട്രൈക്കർ. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ വാച്ച് ഫ്രെയിം എന്ന് പറയുന്നത് പോളികാർബണേറ്റ് മെറ്റീരിയൽ ആണ്. എന്നാൽ പോലും മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലുക്കാണ്, അല്ലെങ്കിൽ കാണാനൊക്കെ ഒരു റിച്ച് ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിൽ വേറെ ഒരു സംശയമില്ല. വലതുവശത്ത് ഒരു ക്രൗൺ ഉണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ടൊരു മൈക്ക് കാണാൻ സാധിക്കും. പിറകിൽ നോക്കുകയാണെങ്കിൽ ചാർജിങ് പോയിന്റും ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും കൂടാതെ സ്പീക്കറും ഒക്കെ നമുക്ക് കാണാം. ഇനി സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. 22mm ആണ് സ്ട്രാപ്പ് സൈസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് ബ്ലൂ, ക്രീം എന്നിങ്ങനെ മറ്റ് 2 കളേഴ്സിലും അവൈലബിൾ ആണ്. ഏതിനാണെങ്കിലും ഇപ്പോൾ 1499 രൂപയാണ്. പിന്നെ ഈ ഒരു 22mm ആയതുകൊണ്ട് തന്നെ സ്ട്രാപ്പ് നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് വേറെ ഏതിലോട്ട് വേണമെങ്കിലും മാറ്റാം. പിന്നെ റൗണ്ട് ആയതുകൊണ്ട് തന്നെ മിലാനീസ് മെറ്റൽ, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, കൂടാതെ ആ ഒരു ലെതർ ഒക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. വേറൊരു സംശയമില്ല. എന്തായാലും ഈ പറഞ്ഞ മോഡൽസ് എല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore പോയി കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഇൻസ്റ്റയിലുള്ള DeepZstore വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് വാച്ച് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഓണാക്കുമ്പോൾ തന്നെ ബോൾട്ടിന്റെ ലോഗോ അങ്ങോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. സ്കാൻ ടു ഡൗൺലോഡ്, അതായത് നമ്മുടെ ബോൾട്ട്ഫിറ്റ് ആപ്പുമായിട്ട് അങ്ങോട്ട് സിങ്ക് ചെയ്താലേ ഇവിടെ നമുക്ക് വാച്ച് കൂടുതൽ മുന്നോട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളേ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. വാച്ച് ആർ ഡിസോ വാച്ച് D2 ആക്ച്വലി 2 എണ്ണം കാണിക്കുന്നുണ്ട്. വാച്ച് ആർ ആണ് ആക്ച്വലി ഇത്. അപ്പോൾ തന്നെ നമ്മുടെ വാച്ച് ബോൾട്ട്ഫിറ്റ് ആപ്പുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. സിങ്ക് ആകുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ ഡേറ്റും സമയമൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് അങ്ങോട്ട് അപ്ഡേറ്റ് ആവും. ഇനി ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ 1.3 ഇഞ്ചിന്റെ TFT HD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നത്. 240x240 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. അതുപോലെ തന്നെ 261 ppi പിക്സൽ ഡെൻസിറ്റി ഇവിടെ ഉണ്ട്. എത്ര നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ടെന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു 500നും 600നും ഇടയ്ക്ക് ഉണ്ടെന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് ഡിസ്പ്ലേ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. പെർഫെക്റ്റ് ആണ് ഈ ഒരു റേറ്റിൽ. ഇനി യൂസർ ഇന്റർഫേസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വാച്ച് ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള ഒരു വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 4 വാച്ച് ഫേസസ് ഇവിടെ കാണാം. അറ്റ് എ ടൈം 5 എണ്ണം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 150ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമ്മുടെ ആ ഒരു ആപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും ആ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ അതങ്ങോട്ട് കാണിച്ചു തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും ബാറ്ററി ലെവൽ, ഡേറ്റ്, ദിവസം എല്ലാം ഉണ്ട്. കൂടാതെ നടുക്കായിട്ട് വെതറിൻ്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. കൂടാതെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ബ്രൈറ്റ്നസ്, പവർ സേവിംഗ് മോഡ്, നമുക്ക് മെനു സ്റ്റൈൽ മാറ്റാനുള്ളത്, കൂടാതെ ഫൈൻഡ് മൈ ഫോൺ, സെറ്റിംഗ്സ് എന്നിങ്ങനെ കുറച്ച് ക്വിക്ക് ഐക്കൺസ് നമുക്ക് ഇവിടെ കാണാം. കൂടാതെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. ഇനി വലുത് ഇടത്തോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റീസെൻ്റ് ആയിട്ട് കോൾ വന്നിട്ടുണ്ടെങ്കിൽ കാണാം. അതുപോലെ തന്നെ ഡയൽ ചെയ്തിട്ട് നമുക്ക് വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കൂടാതെ കോൺടാക്ട്സ്, ഇതും നമുക്ക് ആക്ച്വലി ആ ഒരു ബോൾട്ട് ഫിറ്റ് ആപ്പിനകത്ത് നമ്മൾ സേവ് ചെയ്യുന്ന കോൺടാക്ട് ഇവിടെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരെ നമുക്ക് സേവ് ചെയ്തിടാൻ പറ്റും. കൂടാതെ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, ബ്ലഡ് ഓക്സിജൻ, ബ്ലഡ് പ്രഷർ, സ്ലീപ്പ്, മ്യൂസിക്, വെതർ, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണാം. ഇനി ഇടതുനിന്ന് വലതോട്ട് സ്ലൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ബോൾട്ട് ഹെൽത്ത്. അവിടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, ബ്ലഡ് ഓക്സിജൻ, ബ്ലഡ് പ്രഷർ, സ്ലീപ്പ്, ബ്രത്ത്, എന്തായാലും ഇതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കൂടാതെ ആക്ടിവിറ്റി ഡേറ്റ ഇവിടെ കാണാം. അതുപോലെ തന്നെ സ്പോർട്സ്, 100ൽ പരം സ്പോർട്സ് മോഡ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ഉണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുണ്ട്. ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പോർട്ട് മോഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ വന്നിട്ട് ഈ ഒരു പ്ലസ് ബട്ടൺ നീക്കി കഴിഞ്ഞാൽ അവിടെ പോപ്പുലർ സ്പോർട്സ്, അതുപോലെ തന്നെ ട്രെയിനിങ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഡാൻസ് എന്താണോ അവിടെ പോയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഇതിലോട്ട് അങ്ങോട്ട് ആഡപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഫോൺ, അത് ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെസ്സേജസ്, നോട്ടിഫിക്കേഷൻ ആണ്, മ്യൂസിക്, ക്യാമറ, ക്ലോക്ക്, വോയിസ് അസിസ്റ്റൻസ്, വെതർ, അതേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫൈൻ ഫോണും ഫ്ലാഷ് ലൈറ്റും ഉണ്ട്. കൂടാതെ ഗെയിംസ്, സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന 2 ഗെയിം ഉണ്ട്. അതുപോലെ തന്നെ സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് മെനു സ്റ്റൈലാണ്. ഗ്രിഡ് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റ് വ്യൂ ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. കൂടാതെ ബ്രൈറ്റ്നസ് നമുക്ക് ഇവിടെ വന്നിട്ടും കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഞാൻ ഇവിടെ 100% ഇപ്പോൾ ബ്രൈറ്റ്നസ് ഇട്ടിരിക്കുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 20 to 40% ഇടുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. കൂടാതെ ഫോൺ നമുക്ക് ഇപ്പോൾ ഓൺ ആണ്, അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന കോളുകൾ ഇവിടെ വരും. അത് നിങ്ങൾക്ക് വേണ്ടെന്നെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓഫ് ആയി കഴിഞ്ഞാൽ കണ്ട പിന്നെ ഇതിൽ കോൾ വരത്തില്ല. കൂടാതെ
കോൾ റീസെറ്റ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ വൈബ്രേഷൻ ഓണും ഓഫും ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ, അല്ലാണ്ട് എന്താ പറയുക ഇൻറ്റൻസിറ്റി കൂടാനും കുറയ്ക്കാനും ഒന്നുമില്ല. പിന്നെ തിയേറ്റർ മോഡ് ഉണ്ട്, അതുപോലെ തന്നെ റീസെറ്റ് പവർ ഓഫ് എബൌട്ട്, കൂടാതെ ഏറ്റവും അടിയിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബോൾട്ട് ആപ്പിൻ്റെ ആ ഒരു QR കോഡും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു UAയിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ബോർഡിൽ വെച്ചിട്ട് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് 79 കാണിക്കുന്നുണ്ട്, ടേബിളിന് 79 ഹാർട്ട് റേറ്റ്, ഇത് അടുത്ത 79, വീണ്ടും 79, 78, 80 കാണിക്കുന്നു, 81. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമുക്ക് വാല്യൂസ് ഉറപ്പായിട്ടും ബോർഡിൽ വെച്ചാലും കാണിക്കും. എന്നാലും ഈ ഒരു റേറ്റൊക്കെ തന്നെയാണോ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കുമെന്ന് നോക്കാം. ഇത് 80 വന്നു, 79, 78, 77, കുറയുന്നുണ്ട്. എന്തായാലും 75, ഓക്കെ 75 വന്നിട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്തായാലും എന്താ പറയുക ബോർഡിൽ കാണിച്ച പോലെയല്ല, ബോർഡിൽ കൂടുമായിരുന്നു ചെയ്തത്, എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത് കുറഞ്ഞിട്ടുണ്ട്. അടുത്തത് ബ്ലഡ് ഓക്സിജൻ, ഇത് 96 വന്നിട്ട് അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. കൂടാതെ ബ്ലഡ് പ്രഷർ നോക്കാം. ഇനി BP 111/69 എൻ്റെ ആ ഒരു BP എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ തന്നെ നമ്മൾ ഉറപ്പായിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചിട്ട് മാത്രം മെഷർ ചെയ്യുക, അതുപോലെ തന്നെ കൺഫേം ചെയ്യുക. പിന്നെ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. ഇതൊക്കെ ഇതുപോലാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് വാച്ചിൽ കാണിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് കോൾ എടുക്കാം, അല്ലെങ്കിൽ കോൾ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും. കോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ സൗണ്ട് കണ്ടോ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. കൂടാതെ കോള് കട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് സ്ട്രൈക്കറിൽ നിന്നും ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിനകത്ത് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണിലെ വാച്ച് കണക്ട് ആയതുകൊണ്ട് തന്നെ വാച്ചിൽ കോൾ എടുക്കുന്ന സമയത്ത് എന്തുമാത്രം ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുക. എന്നാലും ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഇത് തന്നെയായിരിക്കും നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്കും അവർക്ക് കേൾക്കാൻ പറ്റുക കേട്ടാ. അതായത് ഞാൻ ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് വിളിച്ചിട്ട് ആ ഒരു കോൾ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാണ്. ഈ ഒരു വാച്ച് ആക്ച്വലി എന്താ പറയാ കോളിംഗ് പേർപ്പസിന് അത്യാവശ്യം നമുക്ക് ഒരു എമർജൻസി സമയങ്ങളിലൊക്കെ ഇതുപോലെ വിളിച്ചാൽ അത് ഓക്കെ ആണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വീട്ടിലെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ ബോൾട്ട്ഫിറ്റ് ആപ്പിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇതുപോലൊരു ഇന്റർഫേസ് ആണ്. നമ്മൾ ഇന്ന് ചെയ്ത ആ ഒരു റെക്കോർഡുകളാണ് ഇത് ഫുള്ള് കാണിക്കുന്നത്. കൂടാതെ രണ്ടാമത്തെ ടാബിലേക്ക് പോകണമെങ്കിൽ ഇവിടെയാണ് വാച്ച് ആർ കണക്റ്റഡ് ആണ്, 80% ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അൺപെയർ ചെയ്യാം. കൂടാതെ വാച്ച് ഫേസസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 150 പരം വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ മോർ വാച്ച് ഫേസിലേക്ക് പോവുകയാണെങ്കിൽ ആവശ്യം പോലെ ഉണ്ടോ, ഇത് ആക്ച്വലി വാച്ച് ഫേസുകളാണ്, ലോഡായി വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് 150 അതിന് മുകളിൽ വാച്ച് ഫേസസ് ഇവിടെ ഉണ്ട്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ട് എന്താ പറയുക ആ ഒരു വാച്ചിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ഫേസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് പോകുന്നതാണ്. കൂടാതെ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ ഈ ഒരു വാച്ചിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കാണണ്ട എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സെലക്ട് പിക്ചർ കൊടുത്താൽ ഒന്നെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് പോയിട്ട് ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരാം. കൂടാതെ ടൈം, പൊസിഷൻ, എബൌട്ട് ടൈം, ബിലോ ടൈം, ടെക്സ്റ്റ്, കളർ എന്തുവേണമെങ്കിലും ഇവിടെ വന്നിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വാച്ച് ഫേസ് ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ നോട്ടിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഏതൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഈ ഒരു വാച്ചിൽ കാണിക്കണമെന്ന് പറയുന്നതാണ്. ഫോൺ നമ്മളിത് എനേബിൾ ചെയ്താൽ മാത്രമേ കോൺടാക്ട്സ് കോൾ വരുമ്പോഴത്തേക്ക് ആ കോൺടാക്ട്സിൻ്റെ പേര് കാണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്പർ മാത്രമേ കാണിക്കത്തുള്ളൂ. കൂടാതെ മെസ്സേജ് വരണോ, അതല്ല ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, സ്കൈപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇനി അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് ഇല്ലെന്ന് വെച്ചോളൂ. ഈ ഒരു അതറിൽ പോയിട്ട് അതങ്ങോട്ട് ഞെക്കിക്കഴിഞ്ഞാൽ ആ എല്ലാ നോട്ടിഫിക്കേഷനും ഇതിലോട്ട് അങ്ങോട്ട് വരുന്നതാണ്. കൂടാതെ അലാംസ് നമുക്ക് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഷട്ടർ നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഫേവറേറ്റ് കോൺടാക്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 8 ഫേവറേറ്റ് കോൺടാക്ട് നമുക്ക് ആഡ് ചെയ്യാം. സോ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാർ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാച്ചിൽ കൂടെ അങ്ങോട്ട് വിളിക്കാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ അതേഴ്സിലേക്ക് വരുവാണെങ്കിൽ അവിടെയാണ് ഫൈൻ ഡിവൈസ്, ടൈം ഫോർമാറ്റ്, യൂണിറ്റ് സിസ്റ്റം, ഡു നോട്ട് ഡിസ്റ്റർബ്. ആക്ച്വലി ഒരു ഓട്ടോ ലോക്ക് ഉണ്ടല്ലോ, അത് ഈ ഒരു വാച്ച് കാണുന്നില്ല, പക്ഷേ ആപ്പിൽ വന്നിട്ട് കണ്ടോ നമുക്ക് സെറ്റ് ചെയ്യാം. 5 സെക്കൻഡ് മുതൽ 20 സെക്കൻഡാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 സെക്കൻഡ് ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുന്നത് മാത്രമാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും 5 സെക്കൻഡ് കൂടുതൽ ഞാൻ ഇടത്തേ ഇല്ല കേട്ടോ. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഉപയോഗം വെച്ചാൽ ബാറ്ററി സേവ് ആവും, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ അങ്ങോട്ട് മനസ്സിലാവുന്നതാണ്. ഇനി വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. കൂടാതെ അപ്ഗ്രേഡ് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. ഇനി മൂന്നാമത്തെ ടാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഗോൾ സെറ്റ് ചെയ്യാം, പിന്നെ എബൌട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ബോൾട്ട്ഫിറ്റ് ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ബ്ലൂടൂത്ത് വേർഷൻ 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IP67 വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ
വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് മാത്രം യൂസ് ചെയ്യുക. കൂടാതെ ഒരു 3 മാസം കൂടി എക്സ്റ്റെൻഡഡ് വാറണ്ടി ഒരു കമ്പനി തരുന്നുണ്ട്. അത് നമ്മൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് വാറണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടത്തുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ 15 മാസമാണ് നമുക്ക് എന്താ പറയുക ടോട്ടൽ ആ ഒരു വാറണ്ടി നമുക്ക് കിട്ടുക. പിന്നെ സർവീസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ സർവീസ് സെൻ്ററുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ട് കൊടുക്കാനുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ. കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകത്ത് പുതിയ സാധനം അല്ലെങ്കിൽ റിപ്പയർഡ് സാധനം നമ്മുടെ വീട്ടിലെത്തും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ വേറെ ഒരു പ്രശ്നമില്ലെന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. ഇനി ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഒരു വാച്ചിനുണ്ടെന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന നോർമൽ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. എന്നാൽ ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് 2 ദിവസത്തിലേക്ക് മാറും. കൂടാതെ 20 ദിവസം സ്റ്റാൻഡ് ബൈയും പറയുന്നുണ്ട്. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ആണെങ്കിലും 2.5 മണിക്കൂറാണ് കമ്പനി പറയുന്നത് ബാറ്ററി 100% ചാർജ് ആകാനായിട്ട്. 5 വോൾട്ട്സിന്റെ ലോ പവർ അഡാപ്റ്റർ ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പവർ ബാങ്ക്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെച്ചിട്ട് അങ്ങോട്ട് ഈ ഒരു വാച്ച് ചാർജ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ 5 വോൾട്ട്സിന്റെ ഒരു ചെറിയൊരു അഡാപ്റ്റർ വാങ്ങിച്ചിട്ട് അത് വെച്ച് ചാർജ് ചെയ്യുന്നതാണ് കുറച്ച് സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബോൾട്ട് സ്ട്രൈക്കറിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും കയ്യിലേക്ക് കിടക്കുന്നതാണ്, നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, നല്ല പെർഫെക്റ്റ് ലുക്കും ഒക്കെയാണ്. അതിലൊന്നും വേറെ ഒരു സംശയമില്ല കേട്ടോ. 1499 രൂപയ്ക്ക് വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങളോട് ചോദിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് 1499 രൂപയ്ക്ക് റൗണ്ട് ഡയൽ ഡിസ്പ്ലേ ഉള്ള ഒരു വാച്ച് വേണം. അത്യാവശ്യം നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ളതും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ വേണം. കൂടാതെ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് വേണം. ബോൾട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേണം. അങ്ങനെ കുറേ അധികം എന്താ പറയുക കാരണങ്ങളുണ്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് 1500 രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ട്. 1500 രൂപയ്ക്ക് എന്താ പറയുക അതിനേക്കാളും കുറഞ്ഞ് വരാൻ ചാൻസ് ഇല്ല. ഇനി ചാൻസ് വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം. ഇനി അതല്ല 1500 കണ്ടാലും കണ്ണും പൂട്ടി വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ കേട്ടോ. ഇത്രയും നേരം ഉപയോഗിച്ചതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കുറച്ച് എന്താ പറയുക ലോങ് ടൈം ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഡ്രോബാക്കുകൾ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതർവൈസ് ഉറപ്പായിട്ടും ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉള്ളതിലേക്ക് ഞാൻ പറയും 1500 രൂപയ്ക്ക് വർത്ത് ആണ്, അതിൽ വേറെ ഒരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോൾട്ട് സ്ട്രൈക്കറിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടും എക്സിസ്റ്റൻസിനെ കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.